ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമീപകാലത്ത് ഇന്ത്യൻ ദേശീയ ടീം മോശം പ്രകടനമാണ് നടത്തുന്നത്. ഇന്ത്യയുടെ യുവ ടീമിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. ഇന്ത്യയുടെ അണ്ടർ 23 ടീമും സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തുന്നത്. ഏതായാലും ഇന്ത്യയുടെ അണ്ടർ 23 ടീമുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കേൽ നൗവിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ടീമുമായി ബന്ധപ്പെട്ടതാണ്, സ്ക്വാഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ അണ്ടർ 23 ടീം ഈ ജൂൺ മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിവരാണ് എതിരാളികൾ. അതിനുശേഷം അണ്ടർ 23 ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 9 വരെയാണ് ആ മത്സരങ്ങൾ. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ അണ്ടർ 23 ടീം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നൌഷാദ് മൂസയാണ് ഈ ടീമിനെ പരിശീലിപ്പിക്കുന്നത്. 29 അംഗ പ്രിലിമിനറി സ്ക്വാഡ് ഇദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ ഈ സ്ക്വാഡിൽ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. 5 വീതം താരങ്ങളാണ് ഈ 2 ടീമുകളിൽ നിന്നും ഇടം നേടിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ വിപിൻ മോഹനൻ, കോറു സിംഗ്, ഐമൻ, സഹീഫ്, ബികാഷ് എന്നിവരാണ് ഇന്ത്യയുടെ അണ്ടർ 23 ടീമിൽ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങളുടെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിളിച്ചോതുന്നതാണ് ഈ താരങ്ങൾ. 5 താരങ്ങൾ ഇപ്പോൾ ടീമിനകത്ത് ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് ഇന്ത്യയുടെ അണ്ടർ 23 ടീമിന്റെ പ്രകടനം അത് മോശമാണ്, ആശാവഹമല്ല. 2014 മുതൽ 18 ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇന്ത്യ കളിച്ചു. അതിൽ കേവലം 7 മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 2002 മുതൽ 16 ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾ ഇന്ത്യ കളിച്ചു. അതിൽ 9 മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടീമിന് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. നൌഷാദ് മൂസയ്ക്ക് കീഴിൽ അതിന് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.